നമുക്കെല്ലാവർക്കും വചനം പഠിക്കാനായിട്ട് ആഗ്രഹമില്ലേ? ഇല്ലേ ചേച്ചിമാരെ? എന്തോരം ആഗ്രഹമുണ്ടല്ലേ പിള്ളേരെ? എല്ലാവർക്കും ഇല്ലേ ആഗ്രഹം? കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. യുവതി യുവാക്കന്മാർക്കെല്ലാം ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റുന്നുണ്ടോ? ഇല്ല. എന്ത് ചെയ്യണം നമ്മള്? വില കൊടുക്കണം. നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന ഫോണിൽ വരുന്ന എല്ലാ എല്ലാം സെർച്ച് ചെയ്ത് അവസാനം എല്ലാത്തിനും മറുപടിയും കൊടുത്തിട്ട് അവസാനം സമയം ഉണ്ടായി അടുക്കള കൂട്ടിക്കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ അവസാനത്തെ മെസ്സേജിന് ഇങ്ങോട്ട് റിപ്ലൈ കൊടുത്ത് സ്റ്റിക്കർ അടിക്കേണ്ടതിന് സ്റ്റിക്കറൊക്കെ അടിച്ച സമയം ഉണ്ടെങ്കിൽ വചനം പഠിക്കാം. ഇസ് ഇറ്റ് പോസിബിൾ? ഇസ് ഇറ്റ് പോസിബിൾ? നെവർ ആൻഡ് എവർ. ഒരിക്കലും സാധിക്കുമോ? സാധിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ചങ്ക് കൊടുത്ത് വാങ്ങിച്ചൊരു പുസ്തകമാണിത്. ഇത് ഞാൻ വാങ്ങിച്ചത് 150 രൂപ കൊടുത്തല്ല, എൻ്റെ ചങ്ക് കൊടുത്ത് വാങ്ങിച്ച പുസ്തകമാണിത്. ഞാനിത് പഠിക്കാൻ രാവുകൾ പകലുകളാക്കി മാറ്റി. ഞാൻ ചന്തയ്ക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിൽ 2 ലിസ്റ്റ് ഉണ്ടായിരിക്കും. മാർക്കറ്റിൽ പോകുമ്പോൾ തേങ്ങ, മാങ്ങ, അവല്, ശർക്കര, പയറ്, പരിപ്പ്, വെണ്ടയ്ക്ക, സൂപ്പ്, അങ്ങനെ ഒരു ലിസ്റ്റ് എൻ്റെ ഇടതുവശത്തെ പോക്കറ്റിലിടും. വലതുവശത്തെ പോക്കറ്റിൻ്റെ അകത്ത് നിയമാവർത്തനം 28:7, ലൂക്ക 10:19, ലേവ്യർ 26:13, സങ്കീർത്തനം 147:13, ഹഗ്ഗായി 1:5, മത്തായി 4:10-11, വെളിപ്പാട് 21:3-4, അങ്ങനൊരു ലിസ്റ്റ് വലതുവശത്തെ പോക്കറ്റിലിടും. അതിൽ ഇടതുവശത്തെ പോക്കറ്റിൽ നിന്ന് തേങ്ങയും മാങ്ങയും അവലും ശർക്കരയും പയറും പരിപ്പും വെണ്ടയ്ക്കയും സൂപ്പുമുള്ള ആ ലിസ്റ്റ് ഇസ്മായിലിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെയുള്ള ബെഞ്ചിന്മേൽ ചാരി നിന്നുകൊണ്ട് ദൈവവചനം പഠിക്കും. 2-3 മണിക്കൂർ കഴിഞ്ഞ് എണ്ണക്കന്നാസും കറിവേപ്പിലയുടെ ഇതൊക്കെയായിട്ട് ഓട്ടോറിക്ഷ കിച്ചണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോഴേക്കും ഒരു 30ഓളം ദൈവവചനം ബൈഹാർട്ട് ചെയ്തിരിക്കും. ഹല്ലേലൂയ, ആവേ മരിയ, ആവേ മരിയ. എൻ്റെ വീട് തൊടുപുഴ അടുത്താണ്. കോതമംഗലം ടു തൊടുപുഴ 1.5 മണിക്കൂറുണ്ട്. 2 and 3 hours. ഈ 3 മണിക്കൂറും കൊണ്ട് എത്ര ദൈവവചനം പഠിക്കാമെന്ന് തലേ ദിവസമേ കാൽക്കുലേഷൻ നടത്തും. അപ്പോൾ രാവിലെ തന്നെ ഒരു 40ഓളം ദൈവവചനം എഴുതി എൻ്റെ പോക്കറ്റ് മണിയുടെ പേഴ്സിൻ്റെ അകത്ത് വെക്കും. വണ്ടിയിൽ കയറുമ്പോൾ എത്ര അന്യസംസ്ഥാനക്കാർ കയറി എന്ന് നോക്കാൻ നമ്മൾ ആരെ ഏൽപ്പിച്ചിട്ടില്ല. എത്ര പേര് ഫുൾ ടിക്കറ്റ് എടുത്തു നോക്കാൻ നമ്മൾ ആരെ ഏൽപ്പിച്ചിട്ടില്ല. നമുക്കെന്ത് ചെയ്യാം? ആത്മനാഥൻ്റെ അടുത്തിരുന്ന് നമുക്ക് ദൈവവചനം പഠിക്കാം. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന വലിയ വിശ്വാസത്തിൽ ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് വചനം പഠിക്കും. തിരിച്ച് 6 മണിക്ക് മുൻപ് എൻ്റെ മഠത്തിൻ്റെ ഗേറ്റ് കടക്കുന്നതിന് മുൻപ് 40ഓളം ദൈവവചനം ബൈഹാർട്ട് ചെയ്തിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നടക്കുന്ന വഴികളും പോകുന്ന വഴികളും. ഞങ്ങൾക്ക് പ്രായമുള്ള അമ്മമാരുണ്ട്. മദർ ചോദിക്കും, ഇന്ന് 3 അമ്മമാരെയും കൊണ്ട് ആശുപത്രി പോകണം, ആർക്കാണ് ഇന്ന് കൂട്ടുപോരാൻ സൗകര്യമുള്ളത്? ശനിയാഴ്ച പോലെ സ്പെഷ്യൽ ക്ലാസ് ഉള്ള എനിക്ക് മിക്കവാറും സൗകര്യം കിട്ടാറില്ല. എങ്കിലും എനിക്ക് വലിയ സന്തോഷമാണ് ഞങ്ങളുടെ പ്രായമുള്ള അമ്മമാരെയും കൊണ്ട് ആശുപത്രി പോകുന്നത്. കാരണം എൻ്റെ 2 പോക്കറ്റും നിറച്ച് എന്തുണ്ടെന്നറിയാവോ? ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളേക്കാൾ വിലയേറിയ ദൈവത്തിൻ്റെ വചനവും പോക്കറ്റിലിട്ടുകൊണ്ട് ആശുപത്രിയിൽ അമ്മമാരെ കാണാൻ പോകും. 2 മണിയാകുമ്പോഴത്തേക്കും അമ്മമാരുടെ പ്രമേഹത്തിൻ്റെ എല്ലാം റിസൾട്ട് കിട്ടിയിരിക്കും. അവർ ഒരു ഡോക്ടറോട് ചോദിക്കുക, പെട്ടെന്ന് തന്നെ കണ്ടിട്ട് പോകണം. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, എൻ്റെ പരിശുദ്ധാത്മാവേ, ഒരു 4 മണിയാകാതെ ഡോക്ടറെ കാണിക്കരുത്. കാരണം എന്താണ്? എൻ്റെ പോക്കറ്റിലിട്ടിരിക്കുന്ന വചനം മുഴുവൻ പഠിച്ചു തീരണമെങ്കിൽ 4 മണി വരെ. പ്രിയപ്പെട്ടവരെ, കോതമംഗലത്തുള്ള ധർമ്മഗിരി ഹോസ്പിറ്റലിൻ്റെ ഡോക്ടേഴ്സിൻ്റെ മുറികളുടെ മുമ്പിലിട്ടിരിക്കുന്ന ബെഞ്ചുകളിൽ ഇരുന്നാണ് 33 സങ്കീർത്തനം ബൈഹാർട്ട് ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു നിമിഷം പോലും കളയാതെ എൻ്റെ മുറിയിലോ, എൻ്റെ ഊട്ടുമുറിയിലോ, എൻ്റെ സ്റ്റാഫ് റൂമിലോ, എൻ്റെ ട്രഷർ മുറിയിലോ ഇരുന്നൊന്നും എനിക്കിത് പഠിക്കാനുള്ള സാഹചര്യം ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല. എന്നാൽ ഞാൻ നടക്കുന്ന വഴികൾ, പോകുന്ന യാത്രകൾ, കുട്ടികളെയും കൊണ്ട് സിൽവർ സ്റ്റോം ഇങ്ങനെ കുട്ടികളെ കൊണ്ട് ടൂർ പ്ലേസുകളിലൊക്കെ പോകുമ്പോൾ എൻ്റെ പോക്കറ്റ് നിറച്ച്, എൻ്റെ പേഴ്സ് നിറച്ച് വചനമായിട്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ, യേശുവേ നന്ദി. അങ്ങനെ വചനം പഠിച്ചു തുടങ്ങി. ഒരു 10 വചനം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിലുള്ള പല നിഷേധാത്മക വികാരങ്ങളും, ചിലരോടൊക്കെ തോന്നുന്ന ചില അസ്വസ്ഥതകൾ, ചില ദേഷ്യങ്ങൾ, ചില കലികൾ, ഇതൊക്കെ വിട്ടുമാറി. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ശുശ്രൂഷ കൂടിയത് കൊണ്ടല്ല, ഞാൻ ഈ വചനം ഉള്ളിലാക്കാൻ തുടങ്ങി. എൻ്റെ ഉള്ളിലെ തിന്മയും വചനവും കൂടെ ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-11 വലതുകര ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, കർത്താവ് യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ. എന്താ വചനം പറഞ്ഞത്? എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, അല്ലേ? വചനത്തിൽ എഴുതപ്പെട്ട ഒരു കാര്യം പറഞ്ഞ ഉടനെ എന്ത് സംഭവിച്ചു?
ഈശോ അധരം തുറന്ന് പറഞ്ഞു. എന്തു പറഞ്ഞു? യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എഴുതപ്പെട്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അപ്പോൾ നൗ ആൻഡ് ദെൻ, അപ്പോൾ എന്ത് സംഭവിച്ചു? പിശാച് അവനെ വിട്ടുപോയി. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ സിസ്റ്റർ പറയുന്നത്? 2 കര ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. സ്വരം എടുത്തിട്ട് പറഞ്ഞേ, യേശു കൽപ്പിച്ചു. എല്ലാ അത്തരങ്ങളും തുറന്ന് പറഞ്ഞേ, യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി. കരങ്ങൾ താഴ്ത്തി വെക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ല. ഈ ആദ്യ ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ ഒത്തിരി ആന്തരിക മുറിവൊക്കെ ആയിട്ട് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിന് സംഘർഷങ്ങളും ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളും കുമ്പസാരിക്കാൻ പോലും ഇല്ലാത്ത ഒരു മനസ്സും ഒക്കെ ആയിരിക്കാം. എന്നാൽ നിങ്ങൾ ഈ വചനം ഒന്ന് ഏറ്റെടുത്തൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ ഇങ്ങനെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയി, 2 ദിവസത്തെ ഒരു ധ്യാനത്തിന് സഹായിക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ ഞാൻ ധ്യാനിക്കത്തില്ല, എൻ്റെ അയൽവക്കംകാർ ചേട്ടത്തി അനിയത്തിമാരൊക്കെ എനിക്ക് എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയേക്കുന്ന, ഞാൻ 4ാമത്തെ ധ്യാന കേന്ദ്രത്തിലാണ് വരുന്നത്, എനിക്കൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് ഈ ചേച്ചി ഭയങ്കര റിബല്യസ് ആയിട്ടിരിക്കുകയാണ്. കുമ്പസാരം കഴിഞ്ഞിട്ടും ഈ അമ്മച്ചി കുമ്പസാരിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് പറ്റി സിസ്റ്റർ? ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ എപ്പോഴും കുമ്പസാരിക്കുന്നത്? 2 ആഴ്ച മുമ്പ് കുമ്പസാരിച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ ഒരു ഗ്രൂപ്പിൽ കുമ്പസാരിക്കാതിരുന്നാലത്തെ അവസ്ഥ അറിയാം. ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യേ, ഞാൻ ഈ വചനം എൻ്റെ സ്വന്തം കൈപ്പിടൽ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ചേച്ചി ഈ വചനം ചെല്ലി അങ്ങ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-11. എന്താ ഒന്ന് പഠിച്ചേ, എല്ലാവരും ഒന്ന് പഠിച്ചേ, ഇപ്പം തന്നെ ഒന്ന് പഠിച്ചേ. നിങ്ങളുടെ ആയുസ്സിൽ ഇതൊക്കെ പഠിക്കാതെ ഈ കണ്ണൊക്കെ മണ്ണായി പോയാലല്ലേ? ഇതൊക്കെ വായിക്കാൻ നാഡീ ഞരമ്പുകളൊക്കെ ഇന്ന് ശേഷി ഉണ്ടായിരുന്നിട്ട് ഇതൊന്നും വായിക്കാതെ ചപ്പും ചവറും ഒക്കെ കണ്ടും കേട്ട് അവസാനിപ്പിച്ച ഈ മഹത്തായ ക്രിസ്തീയ ജീവിതം, ക്രിസ്തുവിന്റെ പകരക്കാരായി ജീവിക്കാനുള്ള ഒരു ആയുസ് ദൈവം തന്നിട്ട് നഷ്ടമല്ലേ പ്രിയരെ? വായിച്ചേ. പഠിച്ചയാളെന്ന് ഉറക്കെ പറഞ്ഞേ, പഠിച്ചവരെന്ന് ഉറക്കെ പറഞ്ഞേ. യേശു കൽപ്പിച്ചു, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ഒന്ന് പറയാവോ നിങ്ങൾക്കിതെന്ന്? ഇത് മനുഷ്യന്റെ വചനമല്ല. ഇത് ആരുടെ വചനമായത്? ദൈവത്തിന്റെ വചനമായതുകൊണ്ട് ഇത് നിങ്ങൾ പറയുമ്പോഴേക്ക് എന്തൊക്കെയാ സംഭവിക്കുന്നത്? കർത്താവിന്റെ വചനം സജീവമാണ്. ഊർജമില്ലാതെ ഒന്നും തീർന്നാ മതിയായിരുന്നു. എപ്പോഴാ ഫോണൊന്ന് കിട്ടും, എപ്പോൾ വീട്ടിലേക്ക് ചെന്നേ ലോൺ അടയ്ക്കാനുണ്ട്, അതുണ്ട് ഇതുണ്ട്, ഊർജ്ജമില്ല. എൻ്റെ സിസ്റ്ററെ പുറത്തേക്ക് പോകാനുള്ള പേപ്പറൊക്കെ വരുമെന്ന് വിചാരിച്ച് ഇത്രയും നാളിരുന്നു, ഇതുവരെയായിട്ടും വന്നിട്ടില്ല. എൻ്റെ ഊർജ്ജമൊക്കെ നഷ്ടപ്പെട്ടു പോയി, എനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റുന്നില്ല, നിരാശ തോന്നുകയാണ്. കർത്താവിൻ്റെ വചനം എന്തൊക്കെയാണ്? സജീവമാണ്, ഊർജ്ജസ്വലമാണ്. സഹോദരി, കർത്താവിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ചേതന, നിന്റെ മനസ്സിന്റെ വികാരങ്ങൾ, മനസ്സിന്റെ ചിന്തകൾ, പാപത്തിന്റെ ചിന്തകൾ, തഴക്ക ദോഷങ്ങൾ, ഈ മേഖലകളിലൊക്കെ ദൈവത്തിന്റെ വചനത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഈ അമ്മച്ചി ഈ വചനം ചൊല്ലി രാത്രി കിടക്കുമ്പോൾ അമ്മച്ചി അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു 10:30 മണിയായപ്പോൾ എൻ്റെ മുറി വന്നിട്ട് മുട്ടി. എന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് നാളെ രാവിലെ കുർബാനയ്ക്ക് വരുന്ന അച്ഛനെയും കൊണ്ട് അടുത്തുകൊണ്ട് എന്നെ ഒന്ന് കുമ്പസാരിപ്പിക്കാവോ? നമ്മൾ തീർച്ചയായിട്ടും. അപ്പം അമ്മച്ചി കുമ്പസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് എന്തി ഒരു മാറ്റം? സിസ്റ്ററെ, ആ വചനം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു പാപബോധം വന്നു സിസ്റ്റർ. ഞാനാണ് തെറ്റുകാരി എന്ന് എനിക്ക് വലിയ ബോധ്യം കിട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പാപപ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകാം. നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ അധരങ്ങളിൽ എടുക്ക്. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും, ആത്മാവിൻ്റെ ഉണർവ് വർദ്ധിക്കും, അഭിഷേകം വർദ്ധിക്കും. കർത്താവിൻ്റെ വചനം ഒന്ന് അധരത്തിൽ എടുത്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവിൻ്റെ വചനം പറയുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ വയസ്സിൻ്റെ സങ്കീർത്തനം അറിയാവോ? ഈ നവംബർ മാസം ധ്യാനിക്കാൻ വന്ന നിങ്ങൾക്ക് നിങ്ങളുടെ വയസ്സിൻ്റെ സങ്കീർത്തനം അറിയാവോ? 56 വയസ്സായ ചേച്ചിക്ക് 56-ാം സങ്കീർത്തനം അറിയാവോ? 28 വയസ്സുള്ള യുവതിക്ക് 28-ാം സങ്കീർത്തനം അറിയാവോ? 61 വയസ്സുള്ള അപ്പച്ചന് 61-ാം സങ്കീർത്തനം അറിയാവോ?
പഠിക്കണം. എന്ത് ചെയ്യണം? ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നിങ്ങളുടെ സങ്കീർത്തനം എല്ലാ പ്രഭാതത്തിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉച്ചരിക്കണം. നിങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേക്ക് അവരവരുടെ വയസ്സിന്റെ സങ്കീർത്തനം പറഞ്ഞിട്ടേ കേക്ക് കട്ട് ചെയ്യാവുള്ളൂ. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ചെയ്യാവോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ അവസ്ഥകൾ മാറും. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മൾ മനസ്സു മാറ്റിയാൽ ദൈവം തിരുമനസ്സു മാറ്റും. ഹല്ലേലൂയ. സഹോദര, നീ മനസ്സു മാറ്റിയാൽ നിന്നെക്കുറിച്ചുള്ള തിരുമനസ് കർത്താവ് മാറ്റിയിരിക്കും. കർത്താവ് മാറ്റും. യോന മനസ്സു മാറ്റി. യോന മനസ്സു മാറ്റി, കർത്താവ് തിരുമനസ്സു മാറ്റി. ഹല്ലേലൂയ. സക്കേവൂസ് മനസ്സു മാറ്റി, കർത്താവ് തിരുമനസ്സായി. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ തിരുമനസ്സാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലങ്ങളിലേക്കും കർത്താവിൻ്റെ വചനം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കുക. ഏത് പ്രതികൂലങ്ങളെയും കർത്താവിൻ്റെ വചനത്തിന് തൊടാൻ പറ്റാത്തതായി ഇവിടെ ആരുമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ വചനം ഇന്ന് തൊട്ടിരിക്കും. നിങ്ങളുടെ അവസ്ഥകൾ മാറും. ഒന്ന് പറഞ്ഞേ, അഗ്നി, സുവിശേഷ അഗ്നി, വചന അഗ്നി, വചന ജ്വാല, ഹോളി ഫയർ, ഹോളി ഫയർ, ഹോളി ഫയർ. ഈശോ എവിടെ ഇരുന്ന വചനം പഠിച്ചത്? മാതാവിന്റെ മടി കയറിയിരുന്ന വചനം പഠിച്ചല്ലേ? ആ അമ്മയുടെ മാറത്തും മടിയിലിരുന്നാണ് ആര് വചനം പഠിച്ചത്? ഈശോ. നമുക്ക് മറ്റൊരു പാഠശാലയുണ്ടോ? അമ്മ മാതാവിന്റെ മാറത്തും മടിയിലൊക്കെ കയറിയിരുന്ന് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ വചനം പഠിക്കണം. നമുക്കിന്ന് സെന്റ് മേരീസ് സ്കൂളിൽ ഒരു അഡ്മിഷൻ എടുക്കണം അല്ലേ? സെന്റ് മേരീസ് സ്കൂൾ എവിടെയാണത്? ഈ കാരിസ് ഭവന്റെ സെന്റ് മേരീസ് സ്കൂളിൽ ഒരു അഡ്മിഷൻ എടുക്കണം. എവിടെ? LKGയിലാണോ 1ാം ക്ലാസ്സിലാണോ? നിങ്ങൾ തന്നെത്താനെ തീരുമാനിക്കാം. നിങ്ങളുടെ വചനത്തിൽ ഉള്ള അറിവനുസരിച്ച് അവിടെ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരിക്കും, ഒരു പ്രിൻസിപ്പൽ ഉണ്ടായിരിക്കും. സെന്റ് മേരീസ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആരാന്നറിയാവോ? അത് ഹോളി സ്പിരിറ്റ് ആണ്. മണവാട്ടി എവിടെയുണ്ടോ അവിടെ മണവാളനുണ്ട്. പരിശുദ്ധ അമ്മയുടെ മണവാളനാണ് ആര്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാണ് ഈ വചനമൊക്കെ ഓർമ്മിച്ചെടുക്കാൻ നമുക്ക് എല്ലാവർക്കും ശക്തി തരുന്നത്. നമ്മുടെ ആന്തരിക മുറിവുകളൊക്കെ സുഖപ്പെടുത്തി നമ്മെ സൗഖ്യപ്പെടുത്തി ആത്മാവിന്റെ അഭിഷേകത്തിലേക്ക് നയിക്കുവാൻ മാതാവിന്റെ മാധ്യസ്ഥത്തിന് സാധിക്കും. നമുക്കിന്ന് മാതാവിന്റെ മടിത്തട്ടിലേക്കൊന്ന് കയറിയിരുന്ന് ദൈവവചനം വായിക്കാം. ഇന്നലെ വരെ വായിച്ച പോലെ ആയിരിക്കില്ല നിങ്ങൾ ഇന്ന് ദൈവവചനം വായിക്കുമ്പോൾ. ഹല്ലേലൂയ. മാതാവിന്റെ മടി കയറിയിരുന്നിട്ട് വായിക്കണം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് വായിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ നോക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ 1ാമത്തെ വിരലെ നോക്കുമ്പോൾ 1ാമത്തെ വിരലിങ്ങനെ എൻ്റെ ഉടുപ്പിൻ്റെ കളറിലിരിക്കുക. മദറിനോട് പറഞ്ഞ് ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ ഇതൊരു ഹൈലി ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ഹൈലി ഫംഗൽ ഇൻഫെക്ഷൻ. ഇത് അടുത്ത നഖത്തിലേക്കും എത്രയും വേഗം വ്യാപിക്കും. അതുകൊണ്ട് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഒരു 3 months 3 മാസം 3 നേരം വീതം ഗുളിക കഴിച്ചെങ്കിൽ മാത്രമേ ഇത് സൗഖ്യപ്പെടുകയുള്ളൂ. ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടറുടെ ചീട്ടെടുത്തു. അപ്പോൾ കാണാൻ പോകാനുള്ളതിൻ്റെ തലേ രാത്രിയിൽ ലലിയ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഒരു ചിന്ത, കർത്താവ് എത്രയോ ആളുകൾക്ക് നിന്റെ വചനം കൊടുത്ത് സൗഖ്യം കിട്ടിക്കഴിഞ്ഞ് എന്തുകൊണ്ടാണ് എൻ്റെ ഈ വെളുത്തിരിക്കുന്ന ഈ 1ാമത്തെ നഖം, ഈ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിരിക്കുന്ന നഖത്തിൻ്റെ ഫംഗൽ ഇൻഫെക്ഷൻ നിർവീര്യമാക്കി കളയാൻ കർത്താവിൻ്റെ വചനത്തിന് സാധിക്കില്ലേ? എനിക്ക് ദൈവത്തിൻ്റെ വചനം, അവൻ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ രോഗങ്ങളും പാപങ്ങളും ശാപങ്ങളൊക്കെ കുരിശിൽ ചുമന്നുകൊണ്ടാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ കുരിശിലേറിയതല്ലേ? അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. യെശയ്യാ 53:5 ഏറ്റു പറഞ്ഞേ, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. 3 പ്രാവശ്യം ഉറക്കെ പറഞ്ഞേ, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഒരു പക്ഷേ സൗഖ്യം പ്രാപിച്ചേക്കാന്നാണോ പറഞ്ഞേക്കുന്നത്? എന്താ പറഞ്ഞേക്കുന്നത്? സൗഖ്യപ്പെട്ടേക്കാന്നാണോ പറഞ്ഞേക്കുന്നത്? ഇത് കണ്ടും പൂട്ടി വിശ്വസിക്കുക. എന്താണ് പറഞ്ഞിരിക്കുക? അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അല്ലേ? അവൻ്റെ മുറിവിനാൽ നിങ്ങൾ അവിടെ വെച്ച് നിങ്ങളുടെ ഇവിടെ രോഗമുള്ള ഭാഗത്തും കൈ അങ്ങ് വെച്ചേ. ഇപ്പം തന്നെ കൈ വെച്ചേ. നിങ്ങളുടെ കൈ എവിടെയാണോ നിങ്ങളുടെ രോഗബാധിതമായ സ്ഥലത്ത് കൈവച്ചിട്ട് കണ്ണടച്ചെന്ന് പറഞ്ഞേ, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഞാൻ ആ വചനമല്ല, മറ്റൊരു വചനം മനസ്സിലേക്ക് വന്നു. കിട്ടിയ വചനം ഇതായിരുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:10. എന്താണത് പറയുക? ജ്ഞാനം 16:10. ആർക്ക് പറയാം? ജ്ഞാനം 16:10. ഞാനെന്ന് കേട്ടാൽ ആകെ ഒരു വചനം അറിയാം, അതങ്ങ് പറഞ്ഞു. വെരി ഗുഡ്. ജ്ഞാനം 16:12 ജ്ഞാനം 16:10 എന്താണ്? 2 കര ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, കർത്താവേ അങ്ങയുടെ മക്കളെ വകവരുത്തുവാൻ വിഷസർപ്പത്തിൻ്റെ പല്ലിന് കഴിഞ്ഞില്ല. അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി.
ഹല്ലേലൂയ. അങ്ങയുടെ മക്കളെ വക വരുത്തുവാൻ വിഷസർപ്പത്തിന്റെ പല്ലിന് കഴിഞ്ഞില്ല. അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. ഹല്ലേലൂയ. ആ വചനത്തിന്റെ അർത്ഥം ഒന്ന് ഓർത്ത് നോക്കിയേ. അങ്ങയുടെ മക്കളെ വകവരുത്തുവാൻ, എന്നെ വകവരുത്തി ഈ ശുശ്രൂഷയൊക്കെ അവസാനിപ്പിച്ച് കട്ടിലെ തന്നെ കിടത്തുവാൻ തിന്മയ്ക്ക് ചില പ്ലാനുകളുണ്ടല്ലേ. അങ്ങയുടെ മക്കളെ വകവരുത്താൻ, നമ്മുടെ ജീവിത സഹനങ്ങളിലും ദുഃഖങ്ങളിലും ഏങ്ങലടിച്ച് കട്ടിലേ കിടന്ന് ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ട സ്നേഹവും മക്കൾക്ക് കൊടുക്കേണ്ട ഔദാര്യം ഒന്നും കൊടുക്കാതെ ഏങ്ങലടിച്ച് കരഞ്ഞ് നിലവിളിച്ച് അയ്യോ എനിക്ക് പറ്റത്തില്ല, ഞാൻ രോഗിയാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കാനാണ് നമുക്കൊക്കെ ഇഷ്ടം. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം പറയുകയാണ്, എന്ത് പറയുന്നു? അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിന്റെ പല്ലിന്, എന്നെ വകവരുത്താൻ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷലായനിക്കും, പ്രിയപ്പെട്ടവരെ, ഈ വചനം ഏറ്റു പറയുമ്പോൾ ആ വിഷലായനി നിർവീര്യമായി പൊക്കോളും. എന്താണ്? അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിന്റെ പല്ലിന് കഴിഞ്ഞില്ല. അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. ഇത് കിണറ്റി കിടക്കുന്ന വെള്ളമാണല്ലേ. ഇതെന്ത് ചെയ്യണം? നമ്മള് എന്ത് ചെയ്യണം? അത് കോരിയെടുക്കണം. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? കോരിയെടുക്കണം. ഹല്ലേലൂയ. ഇതെന്ത് ചെയ്യണം? ഇത് ഇളകിക്കിടക്കുന്ന വെള്ളമാണ്, ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങണം അല്ലേ. 38 വർഷമായി അവൻ കുളക്കരയിൽ തളർന്നു കിടക്കുകയാണ്. പക്ഷെ വെള്ളം ഇളകുമ്പോൾ എന്നെ ആരും ആ വെള്ളത്തിലേക്ക്, ആ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. നിങ്ങൾ കർത്താവ് ഇന്ന് കുളത്തിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. ബെത്സയിദ കുളത്തിലേക്ക് നിങ്ങൾ ഇന്ന് കർത്താവ് ഇളക്കിയിരിക്കുകയാണ്. ഇളകിക്കിടക്കുന്ന ഒരു വെള്ളമാണിത്. പക്ഷെ ഇതിലേക്ക് ഇറക്കാൻ ആളില്ല. ആരിറക്കും? നമ്മൾ തന്നെ ഇറങ്ങാൻ പ്രായമായി അല്ലേ. നമ്മുടെ കാലൊന്നും മുടന്തൊന്നും ഇല്ല, നമ്മൾ തളർവാദക്കാരൊന്നും അല്ല. നമ്മൾ തന്നെ ഇളകിക്കിടക്കുന്ന ഇറങ്ങണം. ഓരോ വചനം കോരി കൊണ്ടുവന്ന വെള്ളമാണ് കർത്താവ് വീഞ്ഞാക്കി മാറ്റിയത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അങ്ങനെ ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു വചന ശബ്ദം സ്വർഗത്തിന്റെ വാതിലിൽ ചെന്ന് മുട്ടിയാൽ, ഉടമസ്ഥന്റെ സ്വരം ചെന്നാൽ ആരാണ് വാതിൽ തുറക്കാതിരിക്കുക? ഹല്ലേലൂയ. കാരിച്ചൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് മുട്ടിയാൽ നമ്മളെല്ലാവരും കൂടെ പോയി തുറക്കും അല്ലേ. വിജിലച്ചൻ വന്നിട്ട് മുട്ടിയാൽ നമ്മളെല്ലാവരും കൂടെ തുറക്കും. നമുക്ക് തുറക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ദൈവം വചനം എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? ഈശോ തന്നെ. വെളിപാടിന്റെ പുസ്തകം 19:13 വലത്തേർ ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്നാണ്. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്നാണ്. കൈ താഴ്ത്തി വെച്ചേ. അവന്റെ നാമം എന്താണ്? കർത്താവിന്റെ നാമം എന്താണ്? രക്തത്തിൽ മേലങ്കി മുക്കിയവന്റെ നാമം എന്താണ്? ദൈവവചനം. വചനം ഈസ് ഈക്വൽ ടു ആര് തന്നെയാണ്? ജീസസ്, ഈശോ തന്നെ. വചനം എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? ഈശോ തന്നെ. പ്രിയപ്പെട്ടവരെ, ഞാൻ കിടക്കുവോളം ഈ വചനം പറഞ്ഞു. ഏത്? ഒന്ന് പഠിച്ചേ, വചനം ഒന്ന് പഠിച്ചേ. അങ്ങയുടെ മക്കളെ വകവരുത്തുവാൻ വിഷസർപ്പത്തിന്റെ പല്ലിന് കഴിഞ്ഞില്ല. അങ്ങയുടെ കാരുണ്യ രക്ഷയ്ക്കെത്തി അവരെ നിങ്ങളുടെ മക്കൾ രോഗിയാണെങ്കിൽ അമ്മയെ നീ അതിനെ കരങ്ങൾ എടുത്തി വചനം എന്ന് പറഞ്ഞേ. വീട്ടിൽ ഒരാൾ രോഗമായിട്ട് കിടക്കുവാണെങ്കിൽ നീ ഒന്ന് പറഞ്ഞു നോക്ക്. ഒരു 40 പ്രാവശ്യം 60 പ്രാവശ്യം 100 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്ക്. ഫലം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ ഒരു 1000കണക്കിന് സാക്ഷ്യത്തിന് മുമ്പിൽ നിന്നുകൊണ്ടാണ്, പാപിയായി ഞാൻ നിൽക്കുന്നുകൊണ്ടാണ് ഈ സംസാരിക്കുക. ഞാൻ നിൽക്കുന്ന ഒരു ചുമന്ന റെഡ് കാർപ്പറ്റിലല്ല ഞാനിവിടെ നിൽക്കുക. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് ഞാനിവിടെ നിൽക്കുക. എന്നെ ഈ കർമ്മല സഭയുടെ തിരുവസ്ത്രം ധരിപ്പിച്ച് ഈ അൾത്താര മുമ്പിൽ എൻ്റെ കർത്താവിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം ഞാനിവിടെ നിൽക്കുന്നെങ്കിൽ എന്നെ മറിച്ചത് ഈ അക്ഷയപാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇത് മുഴുവൻ രാവും പകലും തപസ്യ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ചങ്ക് കൊടുത്ത് വാങ്ങിച്ചതാണ് ഈ പുസ്തകം. എനിക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ എല്ലാം ചാറ്റ് ചെയ്തും ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടിയ സമയത്തല്ല ഇത് പഠിച്ചത്. രാത്രി 12 മണി സമയത്ത് എൻ്റെ മഞ്ഞ ബക്കറ്റുമായി ഞാൻ കുളിമുറിയിലേക്ക് പോകും. എൻ്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കി കഴിയുമ്പോൾ 12 മണിയൊക്കെ ആകും. ആ ബക്കറ്റിൻ്റെ അകത്ത് 1/2 ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ മുറിയിൽ എൻ്റെ മേശയുടെ താഴെ വെച്ചിട്ട് എൻ്റെ 2 കാലുങ്ങടെ ആ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കും. അതിനുശേഷം ഞാൻ എൻ്റെ ബൈബിൾ തുറക്കും. ഹല്ലേലൂയ. ഇതാര് കണ്ടു? സ്വർഗം കണ്ടു. ഹല്ലേലൂയ. 14-ാം സങ്കീർത്തനം. ദൈവത്തെ അന്വേഷിക്കുന്ന വിവേകികളുണ്ടോ എന്ന് കർത്താവ് സ്വർഗത്തിൽ നിന്നും നോക്കി. ഹല്ലേലൂയ. 12 മണിക്ക് ആരാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, എന്നെ ആരുടെ മെസ്സേജിനാണ് മറുപടി കൊടുക്കാത്തത്, എന്താണെന്ന് വിചാരിച്ച് മൊബൈൽ തുറക്കാൻ പോയില്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തെ മുട്ടി വിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. യേശുവേ നന്ദി.
പ്രിയപ്പെട്ടവരെ, വില കൊടുത്ത് വാങ്ങിക്കണം, വില കൊടുത്ത് വാങ്ങിക്കണം. ഞാൻ ഓർക്കുന്നു, ഇവിടെ അടുത്താണല്ലോ കാരിത്താസ് ഹോസ്പിറ്റല്. ഒരു സിസ്റ്റർ അവിടെ വന്നൊരു സാക്ഷ്യം പറഞ്ഞത് ഇപ്രകാരമാണ്. സിസ്റ്ററിന്റെ ബ്രദറ് ഒരു മാരകമായൊരു വിഷം തൊട്ടു. വിഷം തൊട്ട് ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് നീല കളറിലേക്ക് മാറി. ഡോക്ടേഴ്സ് പറഞ്ഞു 24 അവേഴ്സ് കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. സിസ്റ്ററും പേരൻസും എല്ലാവരും അവിടെ ഇരുന്ന് ഭയങ്കര ഏങ്ങലടിച്ച് കരയുകയാണ്. വെന്റിലേറ്ററിലേക്ക് വിഷം തൊട്ട വ്യക്തിയെ മാറ്റാൻ സിസ്റ്ററിന്റെ ബ്രദറിനെ, 42-കാരനായ ബ്രദറിനെ മാറ്റാൻ തുടങ്ങുന്നു. എല്ലാവരും ഏങ്ങലടിച്ച് കരയുകയാണ്. അപ്പോൾ ഏതോ ഒരു ബ്രദർ പ്രാർത്ഥിക്കുന്ന ഒരാൾ അവിടെ വന്നു. അപ്പോൾ പറഞ്ഞു, സിസ്റ്റർ നിങ്ങൾ വെറുതെ ഇവിടെ ഇരുന്ന് കരഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടാനില്ലല്ലോ. ഒരു കാര്യം ചെയ്യുക, അങ്ങ് ദൂരെ നാക്യംപറമ്പിൽ തൃശ്ശൂർ പോയി കോട്ടയിൽ പോയി നാക്യംപറമ്പിൽ അച്ഛൻ്റെ അടുത്ത് ചെല്ലുക. അച്ഛൻ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ഏതെങ്കിലും ഒരു വചനം തരും. ആ വചനം ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ സഹോദരന് സൗഖ്യം ദൈവം കൊടുക്കുക. നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു, ഞാൻ പോകത്തില്ല, എനിക്ക് പോകാൻ പറ്റത്തില്ല. എൻ്റെ മാനസിക അവസ്ഥ നായ്ക്കമ്പറമ്പിൽ അച്ഛൻ്റെ അടുത്ത് പോയി വചനം വാങ്ങിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയില്ല. അപ്പം പറഞ്ഞു, എൻ്റെ മോനെ, അങ്ങനെയാണെങ്കിൽ ഞാനും പുള്ളിങ്ങടെ എങ്ങനെയും പോയി വാങ്ങിച്ചുകൊണ്ട് വരാം, അല്ലാതെ നമുക്ക് പ്രധാനപ്പെട്ടത് മകനല്ലേ, ഇവിടെ നിന്ന് കരഞ്ഞ് നിലവിളിച്ചെന്ന് വിചാരിച്ച് ഒന്നുമില്ലല്ലോ. അങ്ങനെ ഒരു വണ്ടി വിളിച്ച് നായ്ക്കമ്പറമ്പിൽ അച്ഛനെ കാണാൻ അവർ മുരിങ്ങൂര് പോയി. അവിടെ ചെന്നപ്പോൾ അച്ഛനില്ല. പനക്കിൽ അച്ഛനെ കണ്ടു. അച്ഛൻ അവർക്ക് വചനമൊക്കെ കൊടുത്തു. അച്ഛൻ പറഞ്ഞു, സിസ്റ്ററെ, എനിക്കൊരു ആത്മപ്രേരണ കിട്ടുകയാണ്. സിസ്റ്റർ ഒരാഴ്ച ഇവിടെ ഇന്ന് തുടങ്ങുന്ന ധ്യാനത്തിൽ കൂടുന്നത് നല്ലതാണ്, അത് വളരെ നല്ലതായിരിക്കും. അച്ഛനും വചനമൊക്കെ എഴുതി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് ചൊല്ലി പ്രാർത്ഥിക്ക്, കർത്താവ് സൗഖ്യപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞു വിട്ടു. സിസ്റ്റർ പറഞ്ഞു, അച്ഛാ, എനിക്കിങ്ങനെ ഇപ്പോൾ ധ്യാനം കൂടാനൊരു മാനസിക അവസ്ഥയിൽ എൻ്റെ ബ്രദർ ഇങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ എനിക്ക് ഇവിടെ ഒന്ന് ധ്യാനം കൂടെ ഒരു മാച്ചൻ അറിയാലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇത്രയും വലിയൊരു ആത്മീയ ആചാര്യം പറഞ്ഞതല്ലേ മോളെ, നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. സിസ്റ്റർ സമ്മതിച്ചില്ല. വീണ്ടും അവർ തിരിച്ചു പോരാൻ വേണ്ടി തുടങ്ങുമ്പോൾ മറ്റൊരു കാറിൽ നായ്ക്കമ്പറമ്പിൽ അച്ഛൻ വന്ന് ഇറങ്ങുകയാണ്. ഒരു ഓടി സന്തോഷമായി ഓടി ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇങ്ങനെ കാര്യം വിവരങ്ങളൊക്കെ അച്ഛൻ ഒരു ചെറിയ ചാപ്പലിലേക്ക് അവർ രണ്ടുപേരെ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. അച്ഛൻ വിവരമൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്കൊരു വചനം ചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവവചനത്തിന് കാലങ്ങളെയും ദേശങ്ങളെയും ദൂരത്തെയും എല്ലാം പിന്നിട്ട് കടന്നു ചെല്ലാൻ, അതിവേഗം കടന്നു ചെല്ലാനുള്ള ശക്തിയുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, നമുക്കൊരു വചനം 7 പ്രാവശ്യം ആവർത്തിക്കാമെന്നും പറഞ്ഞ അച്ഛൻ ഒരു വചനം പറഞ്ഞു കൊടുത്ത വചനം ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 10:19. വലതുകരം ഉയർത്തിക്കൊണ്ട് പറഞ്ഞ്, എന്താണ് ലൂക്ക 10:19 വചനം? കറക്റ്റ് പറഞ്ഞു. നിങ്ങൾ മിടുക്കരാണല്ലോ. ഇതാ പാമ്പുകളുടെയും, സ്വരമുള്ളൂ, എല്ലാവരും ഉറക്കി ഒന്ന് പറഞ്ഞേ, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. കൈ താഴ്ത്തി വെച്ച് എന്താണ് പറഞ്ഞത്? ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു. ഒന്നും നിങ്ങളെ, വിഷസർപ്പമായിക്കൊള്ളട്ടെ, അണലി, എന്ത് വിഷം തൊട്ടാലും കർത്താവ് പറയുകയാണ്, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിട്ടിരിക്കുന്ന ലൂണാർ ചെരുപ്പ് കൊണ്ട് നമുക്കാർക്കെങ്കിലും ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഈ സാധനത്തെ ചവിട്ടി താഴ്ത്താൻ പറ്റുമോ? ഇതാ പാമ്പുകളെയും തേളുകളെയും ചവിട്ടി താഴ്ത്താൻ അധികാരമല്ലേ കർത്താവ് തന്നിരിക്കുന്നത്. നമുക്ക് മുൻപേ ആണിപ്പഴുതുള്ള ഒരു പാദം ഇതിനെ ചവിട്ടി താഴ്ത്തി വെച്ചിട്ടുണ്ട്. കൊളോസോസ് ലേഖനം 2-ാം അധ്യായം 15-ാം വചനം, എല്ലാ അധികാരങ്ങളെയും ആധിപത്യങ്ങളെയും അവൻ നിരായുധമാക്കുകയും അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുൻപേ യേശു ക്രിസ്തുവിൻ്റെ ആണിപ്പഴുതുള്ള പാദങ്ങൾ അവയെ ചവിട്ടി താഴ്ത്തിയിട്ടത് കൊണ്ട് നമുക്ക് അവയ്ക്ക് വചനം പറഞ്ഞുകൊണ്ട് നമുക്ക് അവയുടെ മേൽ ചവിട്ടി നടക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞു, സിസ്റ്റേ, കാലത്തിനും ദേശത്തിനും അതീതമായി ദേശദേശാന്തരങ്ങളിലേക്ക് കർത്താവിൻ്റെ വചനം അതിവേഗം പാഞ്ഞു ചെല്ലും. അധരത്തിലൂടെ പുറപ്പെടുന്ന വചനം പാഞ്ഞ് ഇവിടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സൗദി അറേബ്യയിലുള്ള, അമേരിക്കയിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് സൗഖ്യം കിട്ടും. പക്ഷേ വചനം പറയണം, വചനം റിലീസ് ചെയ്യണം, വചനം. അങ്ങനെ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക സിസ്റ്റർ, ഒരാഴ്ച ഇവിടെ നിന്ന് വചന ധ്യാനം കൂടുക. അങ്ങ് അകലെ കാരിത്താസ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗിക്ക് ഈശോയാണ് സൗഖ്യം. സിസ്റ്റർ ഇവിടെ നിന്ന് വചനം കേൾക്കുമ്പോൾ അവിടെ കർത്താവ് സൗഖ്യം കൊടുക്കും. അപ്പോൾ സിസ്റ്റർ വളരെ വിഷമിച്ചു. അപ്പം പറഞ്ഞു, നീ വന്നാൽ പോലും ഞാൻ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞ് അപ്പൻ വണ്ടി സ്റ്റാർട്ടാക്കി അപ്പം പോയി. സിസ്റ്ററിനോട് ഡ്രസ്സൊക്കെ കൊടുത്തു വിട്ടു. അച്ഛൻ പറഞ്ഞു, എന്ത് അറിയിപ്പ് കിട്ടിയാലും ഓൺ ദ സ്പോട്ട് സിസ്റ്ററിനെ അറിയിച്ചിരിക്കും.
സിസ്റ്റർ എല്ലാ ദിവസവും ബാഗുമായിട്ടാണ് നേരെ അങ്ങോട്ട് ക്ലാസ് റൂമിലേക്ക് വരുന്ന. അത്ര വിഷമിച്ചാണ് ധ്യാനം കൂടുന്നത്. പല വിചാരപ്പെട്ട് മാത്രം ഇരുന്ന് ധ്യാനം കൂടുകയാണ്. അവസാനം വ്യാഴാഴ്ചയായിട്ടും ഒരു ഫോൺ കോളോ ഒരു അറിയിപ്പോ സിസ്റ്ററിനെ തേടി എത്തിയില്ല. വെള്ളിയാഴ്ച രാവിലെയായി ധ്യാനം അവസാനിപ്പിച്ച് സ്തോത്രഗീതം പാടി പോകാൻ തുടങ്ങുമ്പോൾ സിസ്റ്റർ ഓർത്ത്, ഞാൻ ബൂത്തിൽ കയറി ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പം എല്ലാം കഴിഞ്ഞ് ഒരുപക്ഷെ പന്തൽ പോലും വീട്ടിൽ അഴിച്ചിട്ടുണ്ടാവില്ല, എന്നെ അറിയിക്കാതെ എല്ലാം കഴിച്ചു എന്ന് വിചാരിച്ച് സിസ്റ്റർ പേടിച്ച് എന്തായാലും പന്തൽ പോലും അഴിക്കാത്ത വീടായിരിക്കുമെന്ന് വിചാരിച്ച് സിസ്റ്റർ തൻ്റെ ഗേറ്റ് തുറന്ന് കോട്ടയത്തിന് ടിക്കറ്റ് എടുത്ത് തൻ്റെ വീട്ടിനെ ലക്ഷ്യമാക്കി ഗേറ്റ് തുറന്ന് കിടക്കുമ്പോൾ കാണുന്ന കാഴ്ച, തൻ്റെ സഹോദരൻ വലിയൊരു തോട്ടിക്കോല് പൊക്കിപ്പിടിച്ച് ജാതിക്ക പറിച്ച് അടിച്ചോണ്ടിരിക്കുക. ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു, എടാ എന്ന് പറഞ്ഞു. എടാ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എടി നീയും പപ്പയും കൂടെ അങ്ങ് മുരിങ്ങൂര് പോയി അച്ഛനെ കണ്ട് നിങ്ങൾ 7:45 പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞില്ലേ അവിടെ? പപ്പ പറഞ്ഞു, കറക്റ്റ് 7:45 വരെ എൻ്റെ ഇങ്ങനെ കുത്തിയിട്ടിരുന്ന ഒരു ഇതുപോലും ഇങ്ങനെ IV ഒന്ന് കയറിയിരുന്നു, മരുന്നൊന്നും കയറില്ലായിരുന്നു. അതുപോലെ നീലക്കളറുടെ വിഷാംശം വന്നിട്ട് നിറഞ്ഞു. എന്നാൽ 7:50 ആയപ്പോഴേക്കും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഉള്ളിൽ, എൻ്റെ ശരീരത്തിലെ എല്ലാ നാഡീഞരമ്പുകളിലേക്കും ഇത് മരുന്നങ്ങ് പ്രവഹിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഡെഡായിക്കൊണ്ടിരുന്ന എൻ്റെ എല്ലാ അവയവങ്ങളും ജീവൻ വെക്കാൻ തുടങ്ങി. 4 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ വീട്ടിൽ വന്നു. ഹല്ലേലൂയ. കരപടിച്ച് ചേച്ചയ്ക്ക് മാത്രം കൊടുത്തേ. യെസ് യെസ്, ദിസ് ക്ലാപ്പ് ഈസ് നോട്ട് ഫോർ മീ ബട്ട് ഫോർ ജീസസ് ക്രൈസ്റ്റ്, സോ ബെറ്റർ ക്ലാപ്പ്. യെസ് യെസ് യെസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ വചനം. നിങ്ങളൊരു ആന്തരിക സൗഖ്യ ധ്യാനം കൂടാനാണ് വന്നത്. ഇത് നിങ്ങൾ അധരത്തിലെടുക്കുക, ഇത് ഹൃദയത്തിലെടുക്കുക, ഇത് ഏറ്റു പറയുക, ഇത് ഏറ്റുപറയുക. ഒരായുസ് മുഴുവൻ കരഞ്ഞ് നിലവിളിച്ച് അവസാനിപ്പിക്കുവാൻ മാത്രം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹനങ്ങളുണ്ടായിരുന്നു. ഈ അല്പസമയം കൊണ്ട് എൻ്റെ സഹനയാത്രയൊന്നും നിങ്ങളോട് പറഞ്ഞു തീർക്കാൻ എനിക്കാവില്ല. എന്നാൽ എന്നെ മാറ്റിമറിച്ചത് ഈ ദൈവത്തിൻ്റെ വചനമാണെന്ന് മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കലും പരാജയപ്പെടാത്ത ഈ വചനം എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളുടെ ഡയറിയിൽ പുറത്ത് പോകുമ്പോഴൊക്കെ ഒരു വചനം നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കട്ടെ, നിങ്ങളുടെ പേഴ്സണൽ ഡയറിയിൽ ഇരിക്കട്ടെ, നിങ്ങളുടെ പോക്കറ്റ് മണിയുടെ നിങ്ങളുടെ പേഴ്സിൽ ഇരിക്കട്ടെ, നിങ്ങളുടെ മൊബൈലിൻ്റെ അകത്തൊരു വചനം വഹിച്ചുകൊണ്ട് നടക്ക്. ഇത് ചുമന്നവരാരും ഇന്ന് വരെ നശിച്ചു പോയിട്ടില്ല. ഇത് ചുമന്നവരെ എല്ലാം ദൈവം ചുമന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആന്തരിക മുറിവുകൾ നമ്മളെ തളർത്താനുള്ളതല്ല പ്രിയപ്പെട്ടവരെ.